പണിയുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നമുക്ക് നഷ്ടമായിക്കാരം. പക്ഷെ അങ്ങടെ പിന്നെ പ്രാവശ്യം നല്ല മുളക് ഉണ്ടായിക്കണം. ഇതുണ്ടോ? അപ്പൊ അത് നിറക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല ഉണ്ട മുളകാ. നിങ്ങളുടെ മുളകിന്റെ തജ്ജി നമ്മൾ കുറച്ച് വെച്ചാണ് ഇപ്പൊ ഇതിന്റെ ഒന്നും മുളക് ആവണുള്ളൂ, ഒന്നും കൂടി മൂക്കാണ്ട്. എന്നാലും കുറച്ചും കൂടി ഇറക്കത് എന്തിനാന്നറിയോ? നല്ല ഉപ്പ് തേച്ചിട്ട് ഇങ്ങോട്ട് പൊരിക്കുക. സംഭവം സാറേ അതിൽ മുറിച്ചാണ് ഇപ്പൊ ഇതിന് 2 കമ്പായി വന്നു. ഇത് കണ്ടോ, ഇതൊരു നീളമുള്ള ടൈപ്പ് മുളകാണ്. ഇതിന്റെ കൂടെയൊക്കെ പൊരിക്കാനൊക്കെ നല്ല രസമായിക്കാരം. നമ്മളിപ്പോ ഈ കൃഷിനെ ഇഷ്ടപ്പെടുന്നോണ്ടും പെരയിൽ വെറുതെ കുത്തിരിക്കണ്ടെന്ന് വിചാരിക്കണമെന്നും അതുപോലെ തന്നെ പുറത്തു കൂടെ പോയിട്ട് ഒഴിവുണ്ടാവുമ്പോ പെരയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ഇത് നടക്കും. ഇത് നോക്കാൻ നിങ്ങൾ ഓരോ മുളകുകൾ നല്ല സൂപ്പർ മുളകുകളാണ്. കൃത്രിമല്ലാത്ത ഓർഗാനിക് മുളക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താ സാധനം, നല്ല ഫ്രഷ് സാധനം. വെള്ള ചീനമുളകാണ്, പക്ഷെ അതൊന്നും മൂപ്പായിട്ടില്ല. പണിയുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നമുക്ക് നഷ്ടമായിക്കാരം. പക്ഷെ നമ്മുടെ കുടറം മരത്ത് ഇങ്ങനെ ഇതേമാതിരി ഇങ്ങനെ കാണുമ്പോഴേ ഒരു മനസുഖം കിട്ടും. അപ്പൊ എന്തായാലും എല്ലാവരോടും കാണുമ്പോൾ കാണാം. ബൈ.